നവംബർ 8-ാം തീയതി പോലീസ് വന്ന് തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നുമില്ല. ചില കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായ കുറ്റം കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ഞാൻ ജീവിതം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു യാത്ര നടത്തിയപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ അത്തർ വിൽക്കുന്ന ഒരു ഉസ്താദിനെ കണ്ടു. മസ്ക്രിജാലി എന്ന് പറയുന്ന ഒരു അത്തറുണ്ട്, നല്ല സുഗന്ധമാണ്. അപ്പോൾ അതൊന്ന് വാങ്ങണം എന്ന് കരുതി അവിടെ കയറിയപ്പോൾ ഒരു ഉസ്താദാണ്. കാണുമ്പോൾ ഒരു ഉസ്താദിന്റെ രൂപമൊന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആൾ ഉസ്താദായിരുന്നു എന്നുള്ളത്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അയാൾ നമ്മുടെ ചാനൽ കാണുന്ന ഒരാളാണ്. അയാൾ അനുഭവങ്ങൾ പങ്കുവച്ചത്. അയാൾ ഒരു മദ്രസയിലെ ഉസ്താദായിരുന്നു. സദുർസ്താവെന്നല്ല, പക്ഷെ ആ മദ്രസയിൽ സ്വദറിനേക്കാളും അധികാരമുള്ള ആ നാട്ടിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പരിചയവും ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു ഉസ്താദായിരുന്നു. പക്ഷെ അയാളുടെ ജീവിതം മാറി മറിഞ്ഞത്. അയാൾ ഒരു പോക്സോ കേസിൽ പെട്ടു. ആ പോക്സോ കേസിൽ പെട്ടിട്ട് ഇയാൾ 4 മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത്. അതും ഇല്ലാത്ത പോക്സോ കേസാണെന്ന് ഉസ്താദ് പറയുന്നത്. നമ്മൾ ഉസ്താദുമാർ ഒരുപാട് കുട്ടികളെ ലൈംഗികമായി അതിക്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കേസുകൾ കാണലുണ്ട്. അപ്പം അതിൻ്റെ അടിയിലൊക്കെ ഉസ്താദുമാരുടെ ആ വർഗത്തെ തന്നെ ആക്ഷേപിക്കുന്ന ഇതിലെ കമന്റുകളും കാണാറുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്, പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാറില്ല. അപ്പൊ ഈ ഒരു സ്ഥാനം സംഭവിച്ചും അത് തന്നെയാണ്. ഇയാൾ അടിച്ചതിനെ ചോദ്യം ചെയ്തിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ വാപ്പ ഇയാളെ വന്നിട്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഒടുവിൽ ആ കേസ് എങ്ങനെയായിട്ട് മാറി, പെൺകുട്ടിയെ ലൈംഗികാതിക്രമണം നടത്തി എന്നുള്ളൊരു കേസിലായിട്ട് മാറി. അപ്പൊ ഈ പെൺകുട്ടിയോടൊപ്പം അത് അടി കിട്ടിയപ്പോൾ വേറും ചില കുട്ടികൾക്കുണ്ട്, അവരെയും കൂട്ടുപിടിച്ചിട്ടാണ് ഈ പരാതി കൊടുത്തത്. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ സത്യത്തിൽ ഇയാൾ പെൺകുട്ടികളെ അടിച്ചിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രത്യേക ട്രെയിനിങ്ങുകളൊക്കെ കിട്ടാത്ത ഒരാളാണ്, ഞാനൊരു MSR ഒക്കെ ഉള്ള ഒരാൾ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഹിസുബിൻ്റെയും മറ്റൊക്കെ ട്രെയിനിങ് ഉണ്ടെങ്കിലും നമ്മളൊരു B.Ed കഴിഞ്ഞ ഒരാളെന്നല്ലല്ലോ, അങ്ങനെ പ്രോപ്പറായിട്ട് മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരാളുകൾ ട്രെയിനിങ് ഒക്കെ കിട്ടാൻ ഒരു അഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന് കരുതിയിട്ട് നല്ല അടി അടിക്കുമായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ട് ശീലിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായ ഒരു പെൺകുട്ടിയോട് നമ്മൾ അങ്ങനെ മോശം രീതിയിൽ പെരുമാറിയിട്ടില്ല. പക്ഷേ അടി ഒരു സ്ട്രോങ് തന്നെ ആയിരുന്നു. അത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് എൻ്റെ പിഴവ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു അടിയുടെ കാര്യത്തിൽ അടി കിട്ടിയിട്ട് ആ കുട്ടികൾക്ക് കയ്യുമ്പോൾ ചെറിയൊരു പാടും മുറിവൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഒന്നാമത് അവർ വന്നിട്ട് ഉസ്താദിനൊന്ന് കോളറിന് പിടിക്കുകയും കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തലും തല്ലാൻ ഓങ്ങലും പിന്നെ മറ്റു ഉസ്താദുമാരൊക്കെ കയറി പിടിച്ചത് കൊണ്ടാണ് അന്ന് ആ ഉസ്താദ് രക്ഷപ്പെട്ടത്. അതിനെ തുടർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പോക്സോ കേസ് പെൺകുട്ടികളെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ബാക്കിയുള്ള കുട്ടികളും കൂടെ നിന്നും അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് പത്രത്തിലും ചാനലിലൊക്കെ വാർത്തയും സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ മനുഷ്യന്റെ ജീവിതം കൊണ്ട് തകർന്നു. ഭാര്യയും 3 മക്കളുമാണ് ഈ മനുഷ്യനെ പിന്തുണക്കാണ്ടത്. പിന്നെ ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾ, ആ മദ്രസയിലുള്ള മറ്റു ഉസ്താദുമാരും പോക്സോ കേസ് ആയതുകൊണ്ട് എല്ലാവരും കൈയൊഴിഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാം ഈ ഉസ്താദ് അത്തരം രീതിയിൽ ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത്. പക്ഷെ ജയിലിൽ പോയിട്ട് ഈ മനുഷ്യന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അങ്ങനെ ഇയാൾ ജയിലിൽ വന്ന അന്ന് തന്നെ നടയടി എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജയിലിൽ വന്ന അന്ന് നല്ല തടവുകാരെ കയ്യിൽ നിന്ന് കിട്ടി. കാരണം ഇങ്ങനെ വരുന്ന ആളുകളെ നന്നായിട്ട് അവിടെ കൈകാര്യം ചെയ്യും. ഇയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു മർദ്ദനം. പിന്നെ വന്ന അന്ന് തന്നെ ഇയാളെ കൊണ്ട് കക്കൂസ് കഴിപ്പിച്ചു. അങ്ങനെ എല്ലാ പണിയും വേസ്റ്റുകൾ കൊണ്ട് ദൂരെ കൊണ്ട് കളയൽ, അങ്ങനെ ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാവുന്നതൊക്കെ ജയിലിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. 4 മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത്. ഈ 4 മാസത്തിനിടയിൽ ഈ ഒരു പെൺകുട്ടി പരാതി കൊടുത്തൊരു പെൺകുട്ടി മൊഴി മാറ്റാനൊരു കാരണമുണ്ട്. ഇയാളുടെ ഭാര്യയും ഇയാളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ഭാര്യ വീട് വിട്ടിട്ട് സ്വന്തം വീട്ടിൽ പോയി. ഇനി ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ വേണ്ടെന്ന് പറയുന്നപ്പോൾ ആ ഭാര്യ എന്ത് ചെയ്തു, മകളോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ഉസ്താദിനെതിരെ കള്ളക്കേസ് കൊടുത്ത് ശരിയല്ല, ആ ഉസ്താദിനെ അടിച്ചത് ശരി തന്നെയാണ്, പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ പോക്സോ കേസാക്കിയത് പടച്ച റബ്ബാണ്, നീ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ പാപം നിനക്ക് കിട്ടും. ആ ഉസ്താദ് പുണ്യാളനായിട്ടൊന്നുമല്ല, നിന്നെ അടിച്ചതിനോടൊക്കെ ഒരു വിയോജിപ്പുണ്ട്, പക്ഷെ ഇല്ലാത്തൊരു കേസിൽ അകപ്പെടുത്തിയിട്ട് നിന്നാൽ അതൊരിക്കലും എനിക്ക് ഗുണം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ആ പെണ്ണിന് എന്താന്നുള്ളത് ഭർത്താവിനുള്ള വിരോധമാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ സ്വാധീനിപ്പിച്ചിട്ട് ഈ പരാതി പിൻവലിക്കാൻ മൊഴി മാറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആ ഒരു ഉമ്മ തയ്യാറായി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, മറ്റുള്ള പെൺകുട്ടികളും ഞങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഇതുപോലെ മൊഴി മാറ്റി കഴിഞ്ഞാൽ ആ മൊഴി മാറ്റുന്നവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഒരു ഗ്രൗണ്ട് അന്വേഷണം പോലും നടത്താതെയാണ് പലപ്പോഴും പോലീസുകാർ എന്ത് ചെയ്യുക, ആളുകളെ കൊണ്ടുപോകുക. ഒരു മുൻധാരണയാണ്, ഇത്തരം ആളുകളൊക്കെ അത് ചെയ്യും, സ്വാഭാവികമാണ് എന്നൊരു മുൻധാരണ. അതാണ് സജലി ഉസ്താദിന് എന്ത് ചെയ്ത് വലിയൊരു വിനയായത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ നിങ്ങളുടെ കേസിൽ അകപ്പെടുത്തിയ ഒരാളോട് വെറും ഒരു അടിച്ചതിൻ്റെ പേരിൽ ഇത്രയും വിരോധം വരാൻ സാധ്യതയില്ല. കാരണം അടിക്കൽ ഇപ്പോൾ ഉസ്താദുമാരൊക്കെ അടിച്ചാൽ ആ ഭാഗം സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോൾ എമ്പാടും ഉണ്ട്. അടിക്കുന്നതിനോട് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങളോട് അയാൾക്ക് ഇത്രയും വിരോധം വരാൻ കാരണം മറ്റെന്തോ ഒരു കാരണം നിങ്ങൾ പലതും മറച്ചു വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ. കാരണം നമ്മൾ ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ പറയുമ്പോൾ നുണയാണോ സത്യമാണോ നമ്മൾ ഒരു ഫേസ് റീഡിങ് നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ഒക്കെ തന്നെയാണ്, ഞാൻ അടിച്ചത് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല ആ മനുഷ്യനിക്ക് ഇങ്ങോട്ട് വിരോധമുള്ളത്. അവിടെ മദ്രസയുടെ കെട്ടിടം നവീകരണം നടക്കുന്ന സമയത്ത് ഇയാളെ വാപ്പ അവിടുത്തെ ഒരു മുത്തവല്ലിയായിരുന്നു, പള്ളിയുടെ ഒക്കെ ഒരു മുത്തവല്ലിയായിരുന്നു. ഇയാൾ ആ മദ്രസയുടെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്, പള്ളിയുടെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നവീകരണത്തിന് വേണ്ടി ഫണ്ട് വാങ്ങുന്ന സമയത്ത് പല ഫണ്ടുകളും പലരും കൊടുത്തിട്ടുണ്ട്. പലരും എന്നോട് വിളിച്ചിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ ആ ഫണ്ടൊന്നും കൃത്യമായിട്ട് ഇയാൾ കണക്കിൽ വെച്ചിട്ടില്ല. അത് എന്നോട് പലരും പറഞ്ഞു.
കാരണം ഫണ്ട് കൊടുത്ത പല ഉമ്മമാരും പറഞ്ഞു ഞങ്ങൾ ഇത്ര കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആ കാശിലൊക്കെ പല വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ഞാൻ ആ വിഷയം കമ്മിറ്റിക്കാരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ദേഷ്യം ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി മദ്രസ നവീകരണം നടത്തുന്നത് വരാതെ മൂടി വെച്ചു. നവീകരണമൊക്കെ പൂർത്തിയായതിനു ശേഷം കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനെ ചൊല്ലിയിട്ട് വഴക്കുണ്ടാവുകയും അയാളെ പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വിരോധം ആ മനുഷ്യർക്ക് ആദ്യം മുതലേ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് ആ ആളെ കുറിച്ച്, ആ കുടുംബത്തെ കുറിച്ച്? ഒരു തരത്തിലും എനിക്ക് വിധിച്ചില്ല. ഇത് പടച്ച റബ്ബ് എനിക്ക് വിധിച്ച ഒരു 4 മാസം ജയിലിൽ കിടക്കാന്നുള്ളത് 4-ാം മാസത്തെ റബ്ബ് എനിക്ക് വിധിച്ചതായിരിക്കാം. എനിക്ക് ആരോടും പരിഭവങ്ങളില്ല. ഞാൻ എൻ്റെ ജോലി ഈ ജയിലിൽ നിന്ന് ജാമ്യമൊക്കെ കിട്ടിയിട്ട് ഒരു മദ്രസാധ്യാപകനായിട്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചത്. ഒരു പള്ളിയിലെ ഇമാമൊക്കെ ആയിട്ട് കിട്ടി. അങ്ങനെ എനിക്ക് മറ്റൊരിടത്തും ജോലി കിട്ടാത്തൊരു സാഹചര്യം. പിന്നെ കണ്ണൂർ ഭാഗത്തൊരു സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ പള്ളിയിലൊക്കെ ഇമാമായിട്ട് നിന്നപ്പോഴും അവിടുത്തെ ചില യുവാക്കൾ ഇങ്ങനെ പണ്ട് വാട്സപ്പിലൊക്കെ വന്ന വാർത്തയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പറ്റൂല. ഇത് എവിടെ ചെന്നാലും ഈ ഒരു വാർത്തകൾ ഇങ്ങനെ അത് ഡിലീറ്റ് ചെയ്യാതെ അവിടെ നിൽക്കല്ലേ, ചാനലിലാണെങ്കിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും ഈ രംഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ പ്രയാസമാണ്. കാരണം ആളുകൾ എന്നോട് വിരോധം ഉണ്ടാകുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കാണിക്കാൻ. ഒടുവിൽ അയാൾ പറഞ്ഞു, ആരുടെയും അടിമയായിട്ട് ചോദ്യം ചെയ്തൊരു ജോലി വേണ്ട. കുറച്ച് അത്തറുകൾ ഒരു നാട്ടിലൊരു പണക്കാരനോട് പറഞ്ഞിട്ട് കുറച്ച് കളക്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ഒരു നിശ്ചിതമായ ഒരു തുക കൊടുത്തിട്ട് അത് വീട്ടണം. അപ്പോൾ ഞാനിത് കുറേ അത്തറുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഓട്ടോ ഉണ്ട്, ആ ഓട്ടോയിൽ ഇവിടെ കൊടുന്ന് വിൽക്കും. ഈ ഒരു പള്ളിയിൽ അവിടെ ഒരുപാട് ആളുകൾ വന്ന് ഇറങ്ങാറുണ്ട്. അത്യാവശ്യം ഇൻഷാ അല്ലാഹ് വലിയ മദ്രസയിൽ ഉണ്ടാവുന്ന കാലത്ത് ഞാൻ വല്ല യാസീനോത്തോ അല്ലെങ്കിൽ വല്ല ഹത്തമോത്തോ അല്ലെങ്കിൽ വല്ല മൗലീദൊക്കെ ആയിട്ട് നമുക്കൊരു എക്സ്ട്രാ കാശ് കിട്ടിയിരുന്നു. അതിനേക്കാളും അൽഹംദുലില്ലാ റാഹത്തുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു അത്തറ് വിറ്റിട്ട് കിട്ടുന്ന ഈ തുക കൊണ്ട് എൻ്റെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഞാൻ പ്രയാസമാകുമ്പോഴും എന്നെ മനസ്സിലാക്കിയ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരിന്നും എൻ്റെ കൂടെയുണ്ട്. ഞാനിപ്പോൾ ഇത് വിഷയം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു 73 വയസ്സുള്ള ആലപ്പുഴയിലുള്ള ജോസഫ് എന്ന് പേരുള്ള ഒരാൾ ഇതുപോലെ സമാനമായ കേസിൽ കുടുങ്ങിയിട്ട് 8.5 മാസമാണ് അയാൾ ജയിലിൽ കിടന്നത്. 8.5 മാസം ജയിലിൽ കിടന്ന ഈ മനുഷ്യൻ ആലപ്പുഴയിലെ സ്കൂളിലെ ഒരു സെക്യൂരിറ്റിക്കാരനാണ്. അപ്പോൾ ആ സ്കൂളിലെ ഒരു പെൺകുട്ടി ഒരു ചെക്കനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഇയാൾ പിടിച്ചപ്പോൾ ഇയാൾ വീട്ടിൽ പറയുമോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഒന്ന് ഉപദേശിച്ചു കുട്ടിയാൾ, മോളെ എങ്ങനെ ചെയ്യരുത്, എൻ്റെ ഒരു മോളെ സ്ഥാനത്താണ് ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ച് ഇതൊക്കെ പോയിട്ട് കുട്ടി കൊണ്ടുപോയി പറയും. കാരണം ഇയാൾക്ക് അമ്മനെ അറിയാം, ഈ പെൺകുട്ടിയുടെ അമ്മയെ അറിയാം, ഇയാളൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ആ പെൺകുട്ടിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഈ പെൺകുട്ടി എന്ത് പറഞ്ഞുണ്ടാക്കി, അച്ഛനൊക്കെ ഒഴിവായി പോയതാണ്. അപ്പോൾ അമ്മനെ സഹായിക്കാൻ വേണ്ടി അങ്കിള് വരാറുണ്ട്, വന്നിട്ട് എന്നെ ഗർഭിണിയാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി കേസ് കൊടുത്തു. പോലീസ് ഇത് കേട്ട പാട് ഇയാൾ അറസ്റ്റ് ചെയ്തു. 8.5 മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത്. കഴിഞ്ഞ ദിവസമാണ് ആ കേസ് കോടതി റദ്ദാക്കിയിട്ട് ആ കാമുകനെതിരെ കേസ്. മാധ്യമോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ തൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ പറയണമെന്ന് കാര്യങ്ങളൊന്ന് കേൾക്ക്. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവമാണ് ഞാനൊരു പോലീസ് അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്ന അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞിട്ട് പോലീസിനെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായി കിട്ടുന്ന കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ഞാൻ ജീവിതത്തിൽ ഇന്ന് ഒരു ഉറുമ്പിനെപ്പോഴും ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല, എന്നെയും ചതിച്ചിട്ടില്ല. ഇത് ചതി എന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുകൊണ്ട് അവൾ അങ്ങനെ എൻ്റെ പേര് പറഞ്ഞതാണ്, അല്ലാതെ അവൾ മനഃപ്പൂർവ്വം പറയുന്നതല്ല. കണ്ട, ഈ മനുഷ്യനെ ഇപ്പോൾ ഒരു സ്വാത്വികനാക്കി. 8.5 മാസം ജയിലിൽ കിടന്നപ്പോൾ ആരോടും പരിഭവങ്ങളോ പരാതികളോ ഇല്ല. മക്കളൊക്കെ ഒരു സന്തോഷമായിട്ട് ജീവിക്കും. ഇയാളെ ഭാര്യ ക്യാൻസർ വായിച്ചുമ്പോൾ മരണപ്പെട്ടു പോയതാണ്. നമ്മൾ ഇത്രയും പോക്സോ കേസുകൾ കാണുമ്പോൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. പ്രത്യേകിച്ച് മദ്രസ ഉസ്താദന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ അവർ ആരെയോ അടിച്ചതിൻ്റെ പേരിലോ കമ്മിറ്റിക്കാരുള്ള വിരോധം കൊണ്ടോ ആരുടെ വ്യക്തി വിരോധങ്ങളോ പല കാരണങ്ങൾ കൊണ്ടാവാം. ഇനി അതൊന്നും എല്ലാം ശരിക്കുള്ള കേസും ആവാം. എന്താണെങ്കിലും നമ്മളൊരു കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്നൊരു സമീപനം അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പല ആളുകളോടും സംസാരിച്ചതിൽ നിന്ന് ഇത്തരം കേസുകളുടെ കാര്യം എനിക്ക് മനസ്സിലായ കാര്യമുള്ളത്. അപ്പോൾ ഹൈക്കോടതി തന്നെ പറയേണ്ടായി, കള്ളക്കേസുകൾ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇത്തരത്തിലുള്ള പോക്സോ കേസുകൾ പ്രഥമ വ്യാജമാണ്, കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രമേ കേസ് എടുക്കാവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പോലീസ് പലപ്പോഴും കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യും, ഒരു പെണ്ണിന് പരാതി പറയുമ്പോഴേക്ക് അങ്ങോട്ട് കേസ് എടുക്കും. കേസ് എടുത്തിട്ട് ഇയാൾ ഒരു കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മാധ്യമങ്ങൾ വാർത്തയും വരും. ഫലം എന്താ ഉണ്ടാവുക? ആ മനുഷ്യൻ്റെ മാനം പോയി, അഭിമാനം പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പങ്കുവച്ചത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നുള്ളതാണ്. എല്ലാവരും കൃത്യമായ ആൻസർ ആയി. ആരോ ഒരാൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു, അതല്ല ശരിയായ ഉത്തരം. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഏതാണെന്നുള്ളതാണ്. മലബാറിലെ മക്ക മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. മലപ്പുറം ജില്ലയിലാണ്. ഒരു ക്ലൂ തരാം, മലപ്പുറം ജില്ലയിലാണ്, ഒരു തീരപ്രദേശത്താണ്. ഈ ക്ലൂ ഒക്കെ തരാം. അപ്പോൾ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.